ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഈ വേഷത്തിൽ കാണുന്നത്. ആദ്യം വരെ എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ ഷാരൻ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഞാൻ വന്ന പിന്നെ എൻ്റെ ആദ്യത്തെ ഫ്രണ്ടായിരുന്നു ഷാരൻ. നിങ്ങൾ ചിയാങ്ങിൻ്റെ വീഡിയോ കണ്ടു കാണും. അപ്പോൾ ഞങ്ങളിത് വളരെ എക്സൈറ്റിംഗ് ട്രിപ്പാണ്. ഈ ഒരു ബാക്ക് പാക്കിംഗ് ഒക്കെ രീതിയിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ശരിക്കും ചെയ്യുകയാണ്. സോ ഞങ്ങൾ പോകുന്നത് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഉള്ളിൽ പോയി പറയാം. ആദ്യം പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ, എന്നാലും നമുക്ക് ലോഞ്ചിൽ കയറി ഫ്രീ ഫുഡ് കഴിക്കാൻ പറ്റും. ഇവനറിയില്ലായിരുന്നു കേട്ടോ ലോഞ്ചിൽ ഫ്രീ കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാ ചെക്ക് ഇന്നും പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലോഞ്ചിലേക്ക് പോകണം, ബ്രേക്ക്ഫാസ്റ്റിലേക്ക്. എടാ കഴിക്കേണ്ടതൊക്കെ കഴിച്ച, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ട്രെക്കിന്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും രണ്ടുപേരും ഒരു 4-5 കിലോ പറഞ്ഞിട്ട് ട്രെക്ക് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വ്ളോഗ് ഫോളോ ചെയ്താൽ ഈ ഒരു ട്രെക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം, പാക്കിംഗ് വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള ഹോട്ടൽ സ്റ്റേയും റേറ്റ്സ് ഒക്കെ ഞാൻ പറയാം. ഞാൻ ആദ്യം തന്നെ റേറ്റ്സ് പറയാം. ഇത് ഇന്ത്യ ഹൈക്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് പോകുന്നത്. അവരാണ് നമ്മൾ ഏറ്റവും പ്രീമിയം, ഓൺലൈനിൽ ഏറ്റവും പ്രീമിയം അല്ലെങ്കിൽ ഏറ്റവും സേഫായിട്ട് കണ്ടത്. ദയാറ ബുഗ്യാൽ എന്ന് പറഞ്ഞ ട്രെക്കാണിത്. ഡെഹ്റാഡൂണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെഹ്റാഡൂണിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്യും അവരുടെ ഈ ഒരു ട്രെക്കിൻ്റെ ബേസ് ക്യാമ്പിലേക്ക്. ആൻഡ് ഈ ഒരു ട്രെക്കിൻ്റെ കോസ്റ്റ് എത്രയായിരുന്നതാ? ട്രെക്കിന് മാത്രം ഒരു 10,000 റുപ്പീസാണ് ട്രെക്ക്. അവർ നമ്മൾക്ക് ഗൈഡഡ്, അവരുടെ ഗൈഡ്, ടെൻറ്റ്, ഫുഡ് എല്ലാം ഈ ഒരു 5 ദിവസത്തേക്ക് അവർ എല്ലാം ഇൻക്ലൂഡിങ് ഉള്ള ഒരു പാക്കേജാണ്. ആൻഡ് അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് നാളെയാണ് നമ്മുടെ ഈ ട്രെക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോട്ടൽ ഞങ്ങൾ തന്നെ ബുക്ക് ചെയ്തത്. ആൻഡ് ആ വിശേഷങ്ങളൊക്കെ എന്തായാലും അവിടെ പോയിട്ട് പറയാം. സോ എന്തായാലും ട്രെക്കിൻ്റെ റേറ്റ് 10,000 ആണ്. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡിങ് ഓൾ ഫുഡ്, ഓൾ സ്റ്റേ എല്ലാം ഫോർ 5 days. പക്ഷേ ഇന്നത്തെ സ്റ്റേ നമ്മൾ തന്നെ എടുക്കണം. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ വന്നു കഴിയുമ്പോൾ അന്നത്തെ ദിവസം തന്നെ ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ അന്നത്തെ സ്റ്റേയും നമ്മൾ തന്നെ എടുക്കണം. എന്തായാലും നല്ല വിശപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്കാണ് ഈ അതിരാവിലെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് നേരെ നമുക്ക് ലോഞ്ചിൽ പോയി ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലോഞ്ചിൽ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കയറുന്നത് വേസ്റ്റാണ്. വെറുതെ ഒരു കാർഡിൻ്റെ ഒരു വിസിറ്റ് പോയി. ഒരു കാർഡിൽ ഒരു ക്വാർട്ടറിൽ 2 വിസിറ്റാണ് ഫ്രീ വിസിറ്റ്സ് ഉള്ളത്. വെറുതെ ഇവിടെ ഉപയോഗിക്കേണ്ടായിരുന്നു. ഡൽഹി പോയി ലഞ്ചിന് ഉപയോഗിച്ചായിരുന്നു. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഡൽഹി എയർപോർട്ട്. കാരണം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ. അതിൻ്റെ കൂടെ ഒരു കേക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്, ആൻഡ് ഓംലെറ്റും ഉണ്ട്. ഐറ്റംസ് ഉണ്ട്. എന്നാലും ലഞ്ചൊക്കെ ആകുമ്പോൾ ബിരിയാണിയും അങ്ങനെ നല്ല ഹെവി ഐറ്റംസ് കാണുമല്ലോ. സോ ഇനി എനിക്ക് തോന്നുന്നു എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രീ വിസിറ്റ്സും കഴിയാറായെന്ന് തോന്നുന്നു. എന്തായാലും ഡൽഹിയിൽ എത്തിയിട്ട് നോക്കാം. ആൻഡ് ഫ്ലൈറ്റിൽ ഉറങ്ങണം, കാരണം ഒട്ടും ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് വേണം. എനിക്ക് മെയിൻ സന്തോഷം എന്താണെന്ന് അറിയാം, ട്രിപ്പിൻ്റെ ചൂടത്ത് നിൽക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ചൂടാണ്. ആൻഡ് അതും കൂടെയാണ് വൺ ഓഫ് ദ റീസൺ ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. കാരണം നല്ല തണുപ്പായിരിക്കും. എന്തായാലും ഐ എം സോ എക്സൈറ്റഡ് ടു സീ ഡൽഹി എയർപോർട്ട് ഒന്ന്. പിന്നെ രണ്ടാമത് ഡെഹ്റാഡൂണിൽ ഇതുവരെ പോയിട്ടില്ല. നല്ല വെതറായിരിക്കും. അതല്ലാതെ ഹിമാലയൻ ട്രെക്ക്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ ട്രിപ്പ്. എന്തായാലും നല്ല ഹാപ്പി ആയിരിക്കും, അറ്റ്ലീസ്റ്റ് വെതറും ഉണ്ടെങ്കിലും. അപ്പോൾ ഹായ് ഗായ്സ്, ഡൽഹി എയർപോർട്ടിൽ എത്തി. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അടിപൊളിയൊന്നുമല്ല. ഈ ഷാറിന് എന്നോട് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് ഡൽഹി എയർപോർട്ട്. പക്ഷേ എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നില്ല. ഇപ്പോൾ നാഷണൽ എയർപോർട്ട് അല്ല, ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയിരിക്കും അടിപൊളി. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബിനോയ് മെസ്സേജ് ചെയ്തിരുന്നു രേവതി സുനിലിനോട് ഫോളോ യുവർ ഡ്രീംസ് എന്ന് പറയാനായിട്ട്. സോ ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഓൾവേസ് ഫോളോ യുവർ ഡ്രീംസ് ആൻഡ് ബിനോയ് ലവ്സ് യു ലോട്ട് എന്നും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടെ ലോഞ്ചിൽ കയറുന്നതിന് മുമ്പ് ഹൈക്കിങ്ങിന് പോകുമ്പോൾ കൂളിംഗ് ഗ്ലാസ്, സൺഗ്ലാസ്, UV പ്രൊട്ടക്റ്റ് ഉള്ള സൺഗ്ലാസ് ഒക്കെ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വല്ല ഓഫറിലും വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. എന്നാലും എയർപോർട്ട് എനിക്ക് അത്രയും അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. സാധാരണ ഒരു എയർപോർട്ട്, ബാംഗ്ലൂർ എയർപോർട്ട് എനിക്ക് ഇന്നെക്കാട്ടി നന്നായി തോന്നിയത്. ഈവൻ മുംബൈ ഡൊമസ്റ്റിക് എയർപോർട്ട്സ്. ഇവിടെ വലിയ സംഭവമൊന്നുമല്ല. എടാ ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്, കയറി നോക്കിയാലോ. ഒരു കിഡിലൻ ഓക്ലി എന്ന് പറഞ്ഞ സൺഗ്ലാസസ് 10,000 റുപ്പീസാണ്. 5,000 സംതിങ് റുപ്പീസിന് കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ അത് വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടാണ്. പക്ഷേ കിഡിലൻ ഗ്ലാസസ് ആണ്. സാധാരണ അങ്ങനെ ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല. എന്തായാലും നോക്കിയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട്. മറ്റേ ഫാസ്റ്റ് ട്രാക്കിനൊക്കെ എന്ത് റേറ്റ് വരും? 2,000 ഒക്കെ ഉള്ളൂ. പക്ഷേ ഓക്ലിയുടെ അത്ര അടിപൊളിയല്ലല്ലോ. അപ്പം ചിലപ്പോൾ മിക്കവാറും ഞാൻ അതൊരെണ്ണം വാങ്ങുന്നതായിരിക്കും. എടാ ഞാനേ ആ കൂളിംഗ് ഗ്ലാസ് അവിടെ റിസർച്ച് ആയിരുന്നു. അത് ഓൺലൈനിലൊക്കെ നോക്കി 9,000 ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്നത്. നല്ല ഡീലാന്ന് തോന്നുന്നത്. വാ, നീ എനിക്കത് ചേരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. കുരങ്ങിനെ പോലെ എടുത്ത് കഴിഞ്ഞാൽ വ്ളോഗിലൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നിന്നെയായിരിക്കും വന്ന് വഴക്ക് പറയുന്നത്. എന്നാ വാ നമുക്ക് പോയി നോക്കാം. പ്രിയ മിക്കവാറും ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യപ്പെടും. ഞാൻ പ്രിയനെ വഴക്ക് പറയും എപ്പോഴും. പ്രിയ എയർപോർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നത്
ഇനിയിപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ പക്ഷെ പുറത്ത് റേറ്റ് സെയിം അല്ലേ? ഏതാ പുറത്ത് റേറ്റ് സെയിം അല്ലേ? ഈ ബ്രാൻഡഡ് സാധനത്തിന്റെ റേറ്റ് വ്യത്യാസം വരത്തില്ല. ഇല്ല അല്ല, പക്ഷെ ഡിസ്കൗണ്ട് ഇല്ല വെളിയിൽ. പുറത്തില്ല അല്ലേ? ഇല്ല, ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ഡിസ്കൗണ്ട്. ഞാൻ എന്തായാലും വെച്ച് നോക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. ആക്ച്വലി അത് പക്ഷെ അത് ഭയങ്കര നല്ല രസമുണ്ട്. അത് ആക്ച്വലി പ്രിസം ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഒക്കെ ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോൺട്രാസ്റ്റും അല്ലെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടൊക്കെ സാധനങ്ങൾ കാണും. ഔട്ട്ഡോർ ക്ലാസ്സസ് ആണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസിനൊക്കെ പോകുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എല്ലാം പോളറൈസ്ഡ് ആണ്. അതല്ലാതെ ആൻറ്റി ഗ്ലെയർ ആണ്. അങ്ങനെ ഒരുപാട് ടെക്നോളജി ഉണ്ട്. പിന്നെ പ്രിസം എന്ന് പറഞ്ഞാൽ അവരുടെ ഓക്ലിയുടെ ഒരു സ്പെഷ്യൽ ടെക്നോളജിയാണ്. അത് വെച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കളേഴ്സൊക്കെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആവും. അങ്ങനത്തെ എന്തൊക്കെയോ സംഭവമാണ്. അപ്പോൾ ഒന്ന് വെച്ച് നോക്കട്ടെ. ഇതാണ് സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു കിടിലൻ ലുക്കാണ്. ഓക്ലി ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്. ഇത് ശരിക്കും ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കണിഞ്ഞ് ഭയങ്കര ഒരു റിലാക്സിങ് ഫീലിംഗ് ആണ്. അപ്പോൾ എന്തായാലും എടുക്കാം. പ്രിയന്ത് പറയുന്നത് നോക്കട്ടെ. അപ്പം കിട്ടില്ലാൻ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി. ഇനി അതിട്ടായിരിക്കും മൊത്തം തണുപ്പത്തെ അവിടെ നമ്മളെ ഹൈക്കിങ്ങിൻ്റെ ഉള്ള വ്ളോഗ്. ഇത് കണ്ടോ, ഒരാൾ തണുത്തിട്ട് തൊപ്പിയൊക്കെ എടുത്തിട്ട് എയർപോർട്ടിൻ്റെ അകത്തേ ആയിട്ടുള്ളൂ. എന്നിട്ടാണ് ഇനി അവിടെ -10 പോകാൻ പോകുന്നത്. മിക്കവാറും ഞാൻ പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വരും. അധികമുള്ള ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പറഞ്ഞ സാധനങ്ങൾ പകുതി സാധനങ്ങൾ അവൻ എടുത്തിട്ടുമില്ല. എപ്പോഴും അങ്ങനെയാണ്. ഇനി മിക്കവാറും ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സ് കൊടുക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ എന്തായാലും എക്സ്ട്രാ ഉണ്ട്. നീ തണുത്ത് വിറച്ച് അവിടെ നോക്കിക്കോടാ. ഇതാണ് ഇവിടുത്തെ ലോഞ്ച്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ ഈ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ എത്തി നോക്കി, ഒളിഞ്ഞൊക്കെ നോക്കി. പക്ഷെ വളരെ ഒരു ക്ലോസ്ട്രോഫോബിക്, എന്തോ ജയിലിൽ ഉള്ള ഒരു ജാപ്പനീസൊക്കെ പോലെ ഒട്ടും സ്ഥലമില്ലാത്ത ഒരു ജയിൽ ഫീലിംഗ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറേണ്ടതെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ അവിടുന്ന് സബ്വേ തന്നെ വാങ്ങാം. KFC കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ അതില്ല. എന്താടാ പോറായ? ഞാൻ ഇത് നോക്കണായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. കഴിച്ചിട്ട് പോയാൽ മതി. ഇല്ല, കഴിച്ചിട്ട് പോകും. ഫ്ലൈറ്റ് മിസ്സായാലും കുഴപ്പമില്ല. അപ്പോൾ ലഞ്ച് സബ്വേ ലോഞ്ച് ചെയ്യാൻ പറഞ്ഞില്ല, വളരെ മോശമാണ്. പിന്നെ കൂടുതൽ വെജിറ്റേറിയൻ ഫുഡാന്ന് തോന്നുന്നു. വെറുതെ കയറി നമ്മുടെ ഫ്രീ ലോഞ്ച് വിസിറ്റ്സ് കളയണ്ട. അപ്പോൾ നല്ല കിടിലൻ സബ്വേയുടെ സാൻഡ്വിച്ചും കുക്കീസ് ഉണ്ടല്ലോ അല്ലേ? കുക്കീസും ഐസിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഈ ട്രിപ്പിൽ മൊത്തം പറയാം, എൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഷാരൻ. ഞാൻ എല്ലാത്തിനെയും കുറിച്ച് ലീസ്റ്റ് ബോധേഡ് ആണ്. ഒന്നിനെ കുറിച്ച് ടെൻഷൻ അടിക്കില്ല. ഇവൻ അതിനു വേണ്ടി എനിക്കും അവനും വേണ്ടിയുള്ള ടെൻഷൻ ഒരുമിച്ച് അടിച്ചോളൂ. എല്ലാത്തിലും ടെൻഷനാണ്. ഫ്ലൈറ്റ് മിസ്സാവോ, അവിടെ എത്തി ലാൻഡ് ചെയ്ത ബൈക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് കളഞ്ഞു, ഫുൾ ടെൻഷനാണ്. പക്ഷെ അങ്ങനത്തെ ഒരാളുള്ളത് നല്ലതാണ്. അതുകൊണ്ട് ഡബിൾ കെയർഫുൾ ആയിരിക്കുള്ളൂ. അവൻ എല്ലാ കാര്യത്തിലും ഡബിളായിട്ട് എൻക്വയറി ഇതൊക്കെ ചെയ്തോളും. സോ ഷാരയുടെ കുറച്ചൊരു ചെറിയ ബ്രീഫാണത്. എന്തായാലും കൂടുതൽ നമുക്ക് ഈ വീഡിയോ കൂടെ തന്നെ പരിചയപ്പെടാം. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റോപ്പ് എൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഡെഹ്റാഡൂൺ. ഐ ജസ്റ്റ് വോണ്ട് ടു ഫീൽ ദ കോൾഡ് എയർ ഇൻ മൈ ഫേസ്. എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യാൻ കൊതിയായിട്ട് വയ്യ. നാട്ടിലാണെങ്കിൽ ഭയങ്കര ചൂടും. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഡെഹ്റാഡൂൺ എത്തി. ആദ്യം വരെ പറയട്ടെ, വളരെ ചെറിയ എയർപോർട്ടാണ്. പക്ഷേ നല്ല ഉഗ്രൻ വെതർ. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ഐ ലവ് കോൾഡ് വെതർ. എനിക്ക് ബീച്ചസിനും അതൊന്നും വലിയ താല്പര്യമില്ല. ഐ ലവ് മൗണ്ടൻസ് ആൻഡ് കോൾഡ് വെതേഴ്സ്. പക്ഷെ അത് എടാ നീ ഷീൽഡ് ഊരിയില്ലേ, അതൊക്കെ അകത്ത് കളയണം. സോ ആദ്യമേ ടാക്സി പിടിച്ച് നമ്മൾ വേഗം സിറ്റിയിലേക്ക് പോകണം. എന്നിട്ട് വേണം ഹോട്ടൽ ബുക്കിങ്സ് ഒക്കെ, അല്ല വണ്ടിയൊക്കെ എടുക്കാൻ. ധൃതിയാണ്. അപ്പോൾ ആദ്യമേ ഹോട്ടലിൽ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാം. ക്യാമറ വേഗം കട്ട് ചെയ്തത് അവർ പെട്ടെന്ന് കണ്ടപ്പോൾ, ഇവനെ കണ്ടപ്പോൾ കേട്ടോ, എന്നെ കണ്ടപ്പോൾ അല്ല ഷാരനെ കണ്ടപ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഷാരൻ വരണ്ടു പോയി. പിന്നെ അവൻ നാട്ടിൽ നിന്നേ പേടിച്ച് വരുമായിരുന്നു. കോവിഡ് ടെസ്റ്റ് ചെയ്യണോ ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് എന്താ കൊച്ചിയിൽ നിന്നാണ് കണ്ടപ്പോൾ അവർ പറഞ്ഞു എന്നാൽ കയറി പോയിക്കോളാം. അതെന്താണെന്ന് അറിയില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസസ്. പക്ഷേ ടെസ്റ്റ് ഒന്നും ചെയ്യാതെ ഞങ്ങളിതിപ്പോൾ നേരെ പോവാണ്. ഇനി നേരെ പോയി നമ്മൾ ഹോട്ടലിൽ ഇവിടുന്ന് ഒരു 25 കിലോമീറ്റേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് ടാക്സി പിടിച്ച് ഹോട്ടലിൽ പോയി സാധനങ്ങൾ വെച്ചിട്ട് വേണം വണ്ടി റെന്റ് എടുക്കാൻ. സോ അതാണ് ഇന്നത്തെ ആദ്യത്തെ പ്ലാൻ. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്തൊരു ഫീലാണെന്നറിയോ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഗ്രീനറി, ലുക്ക് അറ്റ് ദ വെദർ. ദിസ് ഈസ് ഹാപ്പിനെസ്. എനിക്ക് സത്യം ഞാൻ വീണ്ടും പറയണേ, എൻ്റെ ഹാപ്പിനെസ് ഈസ് മൗണ്ടൻസ് ആൻഡ് കോൾഡ് വെദർ. ഐ എം ആബ്സല്യൂട്ട്ലി എക്സൈറ്റഡ്, ആബ്സല്യൂട്ട്ലി ലവിങ് ഇറ്റ്. ജസ്റ്റ് സീ ദിസ്. എന്തൊരു ഭംഗിയാണ്. സിറ്റിയുടെ ഓൾമോസ്റ്റ് അടുത്ത് തന്നെ 20 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ എന്നാലും ഫുൾ ഗ്രീനറിയാണ്. ബ്യൂട്ടിഫുൾ. നേരെ നിങ്ങൾ കണ്ടാലും കണ്ടോ, നല്ല റോഡ്സാണ്, നല്ല ക്ലീനാണ്, നല്ല വായുവാണ്. ഇനി വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും കൂടെ ഉത്തരാഖണ്ഡ് മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഋഷികേശ്, ഹരിദ്വാർ അങ്ങനെ. പക്ഷെ ഇപ്പം നമ്മുടെ ട്രെക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ഫോറസ്റ്റ് പോലെ തന്നെ. പക്ഷെ റോഡ്സ് ഒക്കെ
സോ ഗുഡ് കുഴിയില്ല, ഒന്നുമില്ല. ഞാൻ ബാക്കിലിരിക്കുന്നത് ഞങ്ങൾ ആക്ച്വലി ഷെയറിംഗ് ക്യാബ് എടുത്തത്. ഇങ്ങനെ ഷെയറിംഗ് ക്യാബ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓല ബുക്ക് ചെയ്തപ്പോൾ 1200 രൂപ വന്നു. പക്ഷെ ഇങ്ങനെ ഷെയറിംഗ് എടുത്തപ്പോൾ 3 പേർക്കും കൂടെ 1000 രൂപ വന്നുള്ളൂ. അപ്പം അതാണല്ലോ ലാഭം. അപ്പം ബാക്കി പൈസ നമുക്ക് ഫുഡിന് ചിലവാക്കാമല്ലോ. അപ്പം എന്തായാലും കിഡിലൻ റോഡും കിഡിലൻ വെതറും. അപ്പോൾ ഗൈസ് നമ്മൾ ഹോട്ടലെത്തി. ഗ്രാൻഡ് ലെഗസി കണ്ടിട്ട് വലിയ ലുക്കൊന്നും ഇല്ല. പക്ഷെ എന്താ ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ പിക്കപ്പ് പോയിന്റ്, നമ്മുടെ ഹൈക്കിൻ്റെ പിക്കപ്പ് പോയിന്റ് ഇവിടെ നിന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും റൂമൊന്ന് വൃത്തിയായാൽ മതി. വേറെ നമ്മളെന്തായാലും കറങ്ങാൻ രാത്രി കിടക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആക്ച്വലി ഞാൻ ഇവിടുത്തെ കുറേ ഹോട്ടൽസ് നോക്കി. ഇവിടെ ആക്ച്വലി 1-2 നല്ല ഹോട്ടൽസ് ഞാൻ കണ്ടുള്ളൂ. 5 സ്റ്റാർ ഒക്കെ, മാരിയറ്റ് ഒക്കെ. അതൊക്കെ പക്ഷേ 18,000 ഒക്കെ റെൻറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിക്കപ്പ് പോയിന്റ് ഇവിടെയാണ്. സോ ജസ്റ്റ് നോക്കാം. ലോബിയൊന്നും കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. ബിസിനസ് ഡെസ്ക് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഹോപ്പ്ഫുള്ളി റൂംസ് വിൽ ഓൾസോ ബി ക്ലീൻ. നോക്കാം, എന്തായാലും ചെക്ക് ഇൻ ചെയ്യട്ടെ. ലിഫ്റ്റിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല, കണ്ട. അതത്രല്ല മിററും ഇല്ല. എനിക്ക് വളരെ വിഷമമാവും ഈ ലിഫ്റ്റിൽ കയറിയ. ഒട്ടും സ്ഥലമില്ല. എന്തായാലും റൂം ഹോപ്പ്ഫുള്ളി നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നോക്കാം. റൂം ടൂർ ഇല്ല കേട്ടാ, ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു പോകുന്നുള്ളൂ. ചെറിയ ദില്ലൂസ് റൂം ടൂർ നോക്കട്ടെ. ഇത് ഹാപ്പിയാവും. ചെറിയ മിററുണ്ട്. എന്തായാലും ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് നല്ല ക്ലീൻ ആണെന്ന് തോന്നലടാ, നല്ല ക്ലീൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും റൂം നോക്കാം. അപ്പൊ ഗൈസ് പ്രിയ ഇല്ല, അന്തു ഇല്ല, ജെഫ്രിൻ ഇല്ല. അതുകൊണ്ട് റൂം ടൂർ ഞാൻ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഷാരന് ചെയ്യാൻ ഭയങ്കര നാണം. 304 ആണ്. നല്ല സ്പേഷ്യസ് റൂമാണ്. ദേ നിൽക്കുന്നത്. നിനക്ക് തണുക്കുന്നില്ല ഇതൊക്കെ ഊരിയിട്ട്? ചെറിയൊരു തണുപ്പ്. അവൻ വിറയ്ക്കാണ്, കാണിക്കുന്നില്ല. നല്ലൊരു വലിയ ഡൈനിങ് ടേബിൾ ഉണ്ട്, സോഫ ഉണ്ട്, ഇവിടെ ഒരു മിനി ബാർ ഉണ്ട്, ലഗേജ് റാക്ക്. 1-2 ലഗേജ് റാക്ക് ഉണ്ട്. ചെറിയ ടി വി നമ്മൾ എവിടെ പോയാലും ഉപയോഗിക്കാത്ത സാധനമാണ്. വലിയ ബെഡ്, സൈഡ് ടേബിൾസ്, ഹെഡ് ബോർഡും ഉണ്ട്. വേദമൊക്കെ ഉള്ളപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവൻ്റെ തല എവിടെ ഇടിക്കും. പിന്നെ നല്ല സ്പേഷ്യസ് റൂമാണ് കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്കത് ഞങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. വ്യൂ ഒന്നുമില്ല. അപ്പോൾ പ്രിയയുടെ വാവ് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയില്ല. AC ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഇവിടെ. ഹീറ്റർ ആയിരുന്നു ആവശ്യം. ഇനി ബാത്റൂം ഒന്ന് നോക്കട്ടെ. ബാത്റൂം നല്ല സ്പേഷ്യസ് ബാത്റൂമാണ്, കുഴപ്പമൊന്നുമില്ല. ഹീറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല ലൈറ്റിംഗ്, വെരി ക്ലീൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നല്ല ക്ലീൻ ആണ്. ടോയ്ലറ്ററീസ് ഒക്കെ ഉണ്ട്, ഷാംപൂ, സോപ്പ് എല്ലാം ഉണ്ട്. അതെ, വലിയ മിറർ ഉണ്ട്. മിററിൽ താഴെ ഷെൽഫ് ഉണ്ട്, വലിയ കബേർഡ് ഉണ്ട്, അതിലൊരു സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എല്ലാ സൗകര്യവും ഉണ്ട്. ഈ റൂം ഞങ്ങൾക്ക് കിട്ടിയത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2500 റേഞ്ചിലെങ്ങാണ്ടാണ്. സോ നല്ല ഡീലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഞങ്ങൾ എന്തായാലും രാവിലെ 6 മണിയാകുമ്പോൾ പോകുന്നവരൊക്കെ എവിടെന്നെങ്കിലും മാഗിയൊക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. ഇത് അത്രയും ഫുഡ് ട്രിപ്പേ ആയിരിക്കും. ആദ്യമായിട്ട് ഞങ്ങളുടെ എൻ്റെ ഒരു ട്രിപ്പിൽ ഫുഡ് ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു ട്രിപ്പ് വരുന്നത്. പക്ഷെ എന്തായാലും ഇന്ന് രാത്രി ആ ഒരു കിടിലൻ സാധനം പോയി കഴിക്കുന്നതായിരിക്കും. ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ട്. എന്തായാലും അടിപൊളി. ഇനിയിപ്പോൾ വേഗം പോയി ബൈക്ക് റെന്റ് ചെയ്യട്ടെ, കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതില്ലെങ്കിൽ സുമോയിലോ ടെമ്പോ ട്രാവലറിലൊക്കെ ആയിരിക്കും നാളെ പോകേണ്ടി വരുന്നത്. അത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ട്രിപ്പ് കുളവും. ഞാൻ വൊമിറ്റ് ചെയ്ത് തലവേദന എടുത്ത് ആൽബി സോ സിക്സ്. എങ്ങനെയെങ്കിലും ഒരു ബൈക്ക് സംഘടിപ്പിക്കണം. മണി 6 ആയി. എന്തായാലും വേഗം ഞങ്ങൾ പോട്ടെ. ഹോപ്പ്ഫുള്ളി ബൈക്ക് കിട്ടും. അപ്പോൾ ബൈക്ക് എടുക്കാൻ പോവാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ഇഷ്ടം മാതിരി മോമോസിൻ്റെ സ്ഥലമാണ്. ഞാൻ അന്വേഷിച്ചു. ഇവിടെ ഉഗ്രം മോമോസിൻ്റെ ഉണ്ട്. രാത്രിയും ടിബറ്റൻ മോമോ തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ബൈക്ക് എടുക്കാൻ പോകുന്നതിന് മുമ്പ് മോമോ കണ്ടുകൊണ്ട് നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഫുഡ് ജേണി മോമോസിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ചിക്കൻ മോമോസ്, तंदूरी मोमोस. तंदूरी मोमोस वो सब रेडी है? रेडी है. आपका स्पेशल कौन सी होता है? स्पेशल हमारा तंदूरी मोमोस. ओके. चिकन है? चिकन तो अभी बर्ड फ्लू की वजह से जो है अभी थोड़ा सा हमने वो कर रखा है. तंदूरी मोमो चिकन होता है? नहीं, चिकन भी होता है, वेज भी होता है, दोनों होता है. ओके. अभी वेज में, अभी वेज है. अभी सर वेज है. जस्ट बिकॉज ऑफ द बर्ड फ्लू की वजह से. ओ तो कोई चिकन मोमोस अभी नहीं है? चिकन अभी नहीं होंगे अवेलेबल. कोई भी नहीं है? बस वेज में आपको तंदूरी में, वेज में आपको सब मिल जाएगा. ओके. और स्टीम में भी चिकन नहीं है? चिकन नहीं है अभी फिलहाल. അപ്പോൾ എന്ത് ചെയ്യും? जस्ट बिकॉज मतलब ये भी हुआ है. समझ रहे. മോമോ വേണോ? വെജിറ്റബിൾ മോമോ പൊട്ടയായിരിക്കടാ? नहीं यार, നെയ് ചെയ്യും. അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് മോമോസിലൊക്കെ വെജിറ്റബിൾ കഴിക്കുന്നത്? അല്ലെങ്കിൽ സ്റ്റീംഡ് പുഴുങ്ങിയ സാധനമാണ്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടെ ആകുമ്പോൾ ഒന്നിനും കൊള്ളാതെയോ? കുഴപ്പമില്ല, വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാം. ഇത് ഉത്തരാഖണ്ഡ് അല്ല, സോറി, ഡെഹ്റാഡൂൺ സിറ്റി ആക്ച്വലി ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ക്രൗഡഡ് ആണ്. പക്ഷേ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. കാരണം നമ്മളിപ്പോൾ നടന്നപ്പോൾ തന്നെ കുറേ സൂപ്പർ മാർക്കറ്റ്സും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഭയങ്കര ഒരു ഡേർട്ടിയാണ്.
ആ സമയത്ത് എനിക്കൊന്ന് ഇവിടെ വരുന്നവരെല്ലാവരും ജസ്റ്റ് ഇതൊരു ബേസ് ആയിട്ട് ഉപയോഗിച്ച് ഇവിടുന്ന് ഓരോ സെക്ലൂഡായിട്ടുള്ള ഗ്രാമങ്ങൾ, അധികം തിരക്കില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് ഒക്കെ പോയാണ് എൻജോയ് ചെയ്യുന്നത്. കാരണം സിറ്റിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡെഹ്റാഡൂൺ സിറ്റിയിൽ. സാധനം ബൈക്ക് കിട്ടി, അടിപൊളി. ഒരു റോയൽ എൻഫീൽഡ് ബൈക്കാണ്. ആ ബൈക്ക് ആക്ച്വലി നമുക്ക് നല്ല റേറ്റ് തന്നു. നമുക്ക് നമുക്ക് ഒരു ദിവസത്തേക്ക് 900 റുപ്പീസാണ് റെൻറ്റ് തന്നിരിക്കുന്നത്. സോ അടിപൊളി. ഇനിയിപ്പോൾ ജേർണി ബൈക്കിംഗ്, ഡെഹ്റാഡൂൺ ഉത്തരാഖണ്ഡിൽ കൂടെ ബൈക്കിങ്ങും കാണും, അതിൽ ഹൈക്കിങ് കാണും. സോ എല്ലാം അടിപൊളി. ഇവർ രണ്ടുപേരുമാണ് ബ്രദേഴ്സാണ്. ഇവരുടെ അമൂൽ കടയാണ്, അമൂലിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഐസ്ക്രീം ഷോപ്പ് കൂടെയാണ്. ഡെഹ്റാഡൂൺ ബൈക്ക് റെൻറ്റൽ നല്ല റേറ്റിൽ കിട്ടും. അച്ഛ റേറ്റിന് തേനാ മേരെ സബ്സ്ക്രൈബേഴ്സ് को सब. ഓക്കെ സോ നമുക്ക് പോകാമല്ലോ. അടിപൊളി. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾ 6-7 കിലോമീറ്റർ തണുപ്പത്ത് രാത്രി ഓടിച്ചു വന്നത്. കാൽസാങ് ടിബറ്റിയൻ ആൻഡ് ചൈനീസ് റെസ്റ്റോറൻറ്റ് കാണാൻ തന്നെ അടിപൊളിയല്ലേ. എന്തായാലും ടിബറ്റിയൻ കുറച്ച് സൂപ്സും അവരുടെ മോമോസും അങ്ങനത്തെ കിടിലൻ സംഭവങ്ങളൊക്കെ കഴിക്കണം. ഇത് ഇവിടുത്തെ ഒരു ഐക്കോണിക് റെസ്റ്റോറൻ്റ് ആണ്. ഐ ലവ് കാൽസാങ് എന്നൊക്കെ പറഞ്ഞുള്ള ഇതുണ്ട്, തന്നയിലൊക്കെ ഉണ്ട്, പിക്ചേഴ്സൊക്കെ ഉണ്ട്. സോ അത്രയും പോപ്പുലർ സ്ഥലമാണ്. എന്തായാലും അടിപൊളി മീലായിരിക്കും. ഇവൻ തണുപ്പത്ത് ഓടിച്ചാൽ എൻ്റെ കൈ അനക്കാൻ വയ്യ, ഗ്ലൗസ് ഇടാതെ ഓടിച്ചതാ. ഞാൻ പറഞ്ഞാണ് ഷാരോട് തണുത്ത് വിറയ്ക്കും, മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്തോളാം. നാളെ ബൈക്കിൽ പോകുമ്പോൾ മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്തോ, അല്ലെങ്കിൽ ഫുൾ പ്രശ്നം കേട്ടോ. അപ്പോൾ പോക്ക് മൈ ഗോഡ്, ഫസ്റ്റ് തിങ് തന്നെ കണ്ടാൽ മെനുവിൽ സ്പൈസി പോക്ക് റിബ്സ് ബാംബൂ ഷൂട്ട്. അതെന്തായാലും ഞാൻ ഓർഡർ ചെയ്തായിരിക്കും. കൊറിയൻ റാമനൊക്കെ ഉണ്ടോ, മൈ ഗുഡ്നസ്, ഭയങ്കര മെനു ആടാ. ഞാൻ ഓർഡർ ചെയ്തോളാം, നീ കഴിച്ചാൽ മതി. എന്തായാലും ഭാഗ്യം, ഷാരന് പോർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇന്നൊരു പൊളിക്കും ഫുഡിൽ. ഫസ്റ്റ് ഡേ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ശരിക്കും കണ്ടോ. ടിബറ്റിയൻ ഒരു പ്രോപ്പർ ടിബറ്റിയൻ ഫീലാണ്. ഓ അടിപൊളി ഇൻറ്റീരിയേഴ്സ്, അടിപൊളി. ഇത് കൊള്ളാലോ. പൈസ അങ്ങനെ വെക്കുന്നതാന്ന് തോന്നുന്നു. പക്ഷെ കുറേ കറൻസി ഉണ്ടോ. ടിബറ്റിയൻ ഉണ്ട്, ചൈനീസ്, മലയ്, കുറേ കറൻസീസ് ഉണ്ട്. അടിപൊളി. ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ്, ഭയങ്കര കോസി ഫീലിംഗ്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഞാൻ ഓർഡർ ചെയ്ത് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു മതി നിർത്തിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പോക്ക് ഞാൻ ആക്ച്വലി ഇതൊന്നും അല്ല പറഞ്ഞത്. ഇവരുടെ പോക്ക് എന്തായാലും ഒരു പോക്ക് മോമോ പറഞ്ഞിട്ടുണ്ട്. ഓബിയസ്ലി പോക്ക് മോമോ തന്നെ ആയിരിക്കുമല്ലോ. മോമോസിൽ പോക്ക് ആദ്യമായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഷാപ്താക്ക് എന്ന് പറഞ്ഞാൽ സ്ലൈസ് ചില്ലി മീറ്റ് ഫ്രൈഡ് ആണ്, അതും പോക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അവർ ഈ ഒരു ബ്രെഡ് ടിങ്ക് മോ ടിബറ്റിയൻ സ്റ്റീം ബ്രെഡ്, അതൊരു 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ തുക്ക, ഓബിയസ്ലി തുക്ക ഇസ് അവരുടെ ഒരു നൂഡിൽസ് ആണ്. അതിൽ സൂപ്പും കാണും നൂഡിൽസും കാണും. അതും പോക്ക് തുക്കയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം പോർക്ക, നമ്മൾ രണ്ടും പോക്കിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അത്രയും സാധനങ്ങൾ പറഞ്ഞു അല്ലേ? വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, നമ്മൾ ബ്രെഡും പറഞ്ഞു അതൊക്കെ. അപ്പോൾ അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞ അത്രയും മതിയാവുന്നതാണ്. അപ്പോൾ ഒരു മോമോസ്, ഒരു ബ്രെഡ്, 2 ബ്രെഡ്, ഒരു ഫ്രൈഡ് മീറ്റ്, തുക്ക, ഇതൊരു സംഭവമായിരിക്കും. പോക്ക് മോമോ ടൈം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം, പോക്ക് മോമോ വരുന്നവരെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എക്സൈറ്റഡ്, വെരി എക്സൈറ്റഡ്. ബ്രെഡും സ്റ്റീമിങ് ഹോട്ട് ബ്രെഡ് നിങ്ങൾക്ക് പോകുന്ന കാണാലോ. ഇപ്പോഴത്തെ സൈഡിൽ തുക്ക വന്നിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇത് 1/2 ആണ്. ഒരെണ്ണം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കാം. തുക്ക ഇസ് ബേസിക്കലി ടിബറ്റിയൻ സൂപ്പ്. ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് സ്പൈസി. ടിബറ്റിയൻ ഫുഡൊക്കെ പൊതുവെ സ്പൈസിയാണ്. അതിൽ പോക്കും, ലോട്ട്സ് ഓഫ് ഹെൽത്തി വെജിറ്റബിൾസ്, സ്റ്റീം നൂഡിൽസ്, ഹാൻഡ് റോൾഡ് നൂഡിൽസ് ആണ്. അപ്പോൾ കാരണം ഗോപ്രോ വരെ മൂടുന്നു. പക്ഷേ നമുക്ക് സൂപ്പിൽ തുടങ്ങണം, പക്ഷേ ഇതിൻ്റെ കൊതി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ ലെറ്റ് മീ ഹാവ് സം ബ്രെഡ് വിത്ത് സം പോക്ക് മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സ്പൈസി, ടെൻഡർ, ചില്ലി, ഗാർലിക്, extremely saucy pork and a bite of hot bun. Oh. Absolute heaven. വേറെ ഒന്നും പറയാനില്ല. ഐ ആം ഇൻ ഹെവൻ. ഉത്തരാഖണ്ഡ് ബ്യൂട്ടിഫുൾ ആണ്. അതിലൂടെ എൻ്റെ നല്ല ഫുഡും കൂടെ കിട്ടിയാൽ വേറെ എന്ത് വേണം.
bread is outstanding. ഗൈസ് ഇനി തുക്കയുടെ സൂപ്പ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നടുക്ക് വെച്ച റെക്കോർഡിങ്. ഇസ് ഡെലിഷ്യസ്. ശരിക്കും സൂപ്സിലൊക്കെ എന്തെങ്കിലും നമ്മൾ ചില്ലി ആഡ് ചെയ്യും, അല്ലെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യും, പെപ്പർ ആഡ് ചെയ്യും. ഇതിലൊന്നും വേണ്ട, കാരണം അത്രയും പെർഫെക്റ്റ് ബാലൻസ് ഓഫ് ഫ്ലേവേഴ്സ് ആണ്. പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് സ്പൈസി, പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് സോൾട്ടിനെസ്, നല്ല തിക്ക് ചങ്ക്സ് ഓഫ് പോക്ക്. അതെ, മോമോസ് വന്നിട്ടുണ്ട്. ഓക്കെ, പോക്ക് മോമോസ് അത് കാണിച്ചു തരാം. അപ്പോൾ തിക്ക് ചങ്ക് ഓഫ് പോക്ക്, ലോട്ട് ഓഫ് വെജിറ്റബിൾസ്, നൂഡിൽസ്, അത് ഹാൻഡ് റോൾ നൂഡിൽസ് ആണ്. ആൻഡ് സം അമേസിങ് പോക്ക് മോമോസ്. ഇത് ഐ കാൺ വെയിറ്റ് ടു ട്രൈ. മോമോസ് അല്ലെങ്കിൽ ഇഷ്ടമാണ്, അതിൻ്റെ കൂടെ പോക്കും കൂടി ആകുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. തുക്ക നല്ല ചൂടാണ്, പക്ഷെ മോമോസ് ചൂടാറുന്നതിന് മുമ്പ് കഴിക്കണം. പക്ഷെ എല്ലാ മോമോസിൻ്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ചില്ലി ഓയിലാണ്. ഹോട്ട് ഓയിലിനാണ് ഇന്ന് പൊതുവേ ഞാൻ പറയുന്നത്. അത് ഇവിടുത്തെ കണ്ടാൽ തന്നെ ഗ്ലേസിങ് കണ്ട അടിപൊളിയായിരിക്കും. ആ ഒരു സ്പൈസി സോസും കുറച്ച് പോക്ക് മോമോസും കൂടെ എടുത്ത് വെക്കട്ടെ. My first bite of pork momos. Pork, it's perfect and pink, and just see how juicy it is. അതാ ഞാൻ പറയാൻ വന്നത്, എന്ത് ജ്യൂസി ആ പോക്കിൻ്റെ ഫാറ്റ് മോമോസിൻ്റെ ബാറ്ററിൽ അബ്സോർബ് ആയിട്ട് ഇറ്റ് സോ ജ്യൂസി. അതിൻ്റെ കൂടെ പെർഫെക്റ്റ് കുറച്ച് ചില്ലി ഓയിലും കൂടെ മുക്കിയിട്ട് കഴിക്കുമ്പോൾ സ്പെൽ ബൗണ്ട്, ഔട്ട് ഓഫ് വേർഡ്സ്. വേറെ ഒന്നും പറയില്ല. ഞാൻ എൻജോയ് ചെയ്യട്ടെ മീല്. നീ ഇങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ എല്ലാം കഴിച്ചു തീർക്കും. നീ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ടുകൊണ്ടിരുന്ന ഫോട്ടോ എടുത്ത് അവൻ ട്രെയിനറാ, എന്നിട്ട് അവൻ ഫുഡ് കഴിക്കുന്ന ഫോട്ടോ എടുത്ത് ക്ലയൻസിന് അയക്കുന്നത്. പറ്റിയ ആളാ, കൊതിപ്പിക്കാൻ എല്ലാവരും. എന്തായാലും അടിപൊളി. നീ മോമോസ് കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരും കേട്ടാ, ഭയങ്കര അഡിക്റ്റീവാ. ഓയിൽ, ഈ ഹോട്ട് ഓയിൽ എടുക്കണം, എന്നാലാണ് ടേസ്റ്റ്. ചില്ലി ഇത്രയും ജ്യൂസി ആയിട്ടുള്ള മോമോസ്. അത് സൂപ്പ് മോമോസ്, സൂപ്പ് ഡംപ്ലിംഗ് ഒന്നുമല്ല, ഇറ്റ്സ് നോർമൽ മോമോസ്. പക്ഷെ ജ്യൂസിനെസ് കാരണം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യണം അതിൻ്റെ അകത്തെ മീറ്റ് ജ്യൂസ്. ഓക്കെ ബൈ, ഞങ്ങൾ ഈ ഫുഡ് എൻജോയ് ചെയ്യട്ടെ, ഇതും കൂടെ കഴിച്ചിട്ട്. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ട് ബില്ല് എത്രയായിന്ന് അറിയോ? വെറും 825 rupees, വിച്ച് ഇസ് സൂപ്പർ വാല്യൂ ഫോർ മണി. കാരണം അത്രയും ക്വാളിറ്റിയിലാണ് അവരെ ഫുഡ് കൊടുക്കുന്നത്. ഫോർഗെറ്റ് അബൌട്ട് ക്വാണ്ടിറ്റി ഭയങ്കരമാണെങ്കിലും ക്വാളിറ്റി ഇസ് റിയലി ഗുഡ്. ആ പോക്കിൻ്റെ ക്വാളിറ്റിയും ബ്രെഡിൻ്റെ ക്വാളിറ്റിയും എവറിത്തിങ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. സോ മസ്റ്റ് ട്രൈ പ്ലേസ് ഇൻ ഡെഹ്റാഡൂൺ, കാൽസാങ് കഫേ. ഇനി ഇതിൻ്റെ അടിയിൽ അവരുടെ ഒരു കോണ്ടിനെൻ്റൽ കഫേ ഉണ്ടെന്ന് പറയുന്നത്. ഫുഡ് കഴിക്കാനല്ല, ഡെസേർട്ട് എന്തെങ്കിലും ഒന്ന് പോയി ട്രൈ ചെയ്യാം. ഇവിടെ ഉള്ള ഡെസേർട്ട്സ് ഒക്കെ ഒരു ഹണി ബേസ്ഡ് അങ്ങനത്തെയൊക്കെയാണ്, ടിബറ്റൻ ഡെസേർട്ടാണ്, സ്വീറ്റ് റൈസ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ചോക്ലേറ്റ് ആണല്ലോ, അത് കിട്ടുമെന്ന് അടിയിൽ പോയി നോക്കാം. എന്തായാലും അടിപൊളി. അപ്പോൾ ഇറങ്ങുവാണ്. കിട്ടില്ല മീലായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും അവരുടെ സന്തോഷം ഇങ്ങനെ നോട്ടിൽ എഴുതിയിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ട് പോയിരിക്കാമെന്ന് തോന്നുന്നു. കണ്ടിട്ട് എഴുതിയിട്ടുണ്ട് അടിപൊളി ഗുഡ് ഡിംസം. എവിടെയാണ് കണ്ടു മോമോസ് ഒക്കെ, ബെസ്റ്റ് മോമോസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എഴുതി വെച്ചിട്ടുണ്ട്. അവരവരുടെ പേരൊക്കെ എഴുതി. എന്തായാലും അടിപൊളി, ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോൾ ഇവിടെ വന്നത്. ബോൾ ഓഫ് മണി ബോൾ എന്നൊക്കെ പറയാം. ഇതാണ് അവരുടെ കഫേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് കയറി നോക്കാം. നല്ല കിട്ടില്ല, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായില്ല. ആൻറ്റിക് ടൈപ്പ് ഡോർ നോബ്. ഇവിടെ കയറുമ്പോൾ തന്നെ ശരിക്കൊരു എബ്രോഡിലൊക്കെ ഫീലിംഗ് ആണ്. ശരിക്കൊരു എബ്രോഡ് യൂറോപ്യൻ ഫീലാണ്. ബ്യൂട്ടിഫുൾ കഫേ, ബ്യൂട്ടിഫുൾ. നല്ല കോഫിയുടെ ഒക്കെ സ്മെല്ല്, ഹോട്ട് കോഫിയുടെ ഒക്കെ സ്മെല്ല്, കോഫി ബീൻസ് റോസ്റ്റ് ചെയ്യുന്ന സ്മെല്ല്, ഭയങ്കര ആംബിയൻസ്. ഇതൊക്കെ നമുക്ക് ഇവിടെ കോളേജിൻ്റെ ഹാങ് ഔട്ട് ആയിരിക്കും. ഔട്ട്ഡോർ സ്ഥലമുണ്ട്. ഔട്ട്ഡോർ വെച്ച് ഇരിക്കണോ? എനിക്ക് വെളിയിലിരിക്കണോ? ഞാൻ വെളിയിലിരിക്കാൻ റെഡിയാണ്, പക്ഷെ വേണ്ട. ഇവിടെ നല്ല കിടിലൻ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ഡെസേർട്ട്സ് ഒന്ന് നോക്കാം ജസ്റ്റ്. ചോക്ലേറ്റ് ചീസ് കേക്ക് ഒക്കെ ഉണ്ട്. ബ്ലൂബെറി ചീസ് കേക്ക്, ബനോഫെ പൈ എല്ലാം ഉണ്ട്. അൾട്ടിമേറ്റ് ചോക്ലേറ്റ് ചീസ് കേക്ക്, അത് ഭയങ്കരമായിരിക്കുമല്ലോ. ഒരുപാട് സംഭവമുണ്ട്.
തിങ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ ഫസ്റ്റ് ഡേ ഇൻ ഡെഹ്റാഡൂൺ ആണ്, പക്ഷെ തിങ്സ് ഓൾറെഡി ലുക്കിംഗ് റിയലി ഗുഡ്. എന്തൊരു ആംബിയൻസ് ആണ് നോക്ക്. അത് ഈ വെളിയിലൊക്കെ തണുപ്പും കൂടെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് വരുമ്പോൾ വേറെ ഫീൽ തന്നെയാണ്. ഭയങ്കര അടിപൊളി. ഗൈസ് ഇത് കണ്ട ഡിസേർട്ട്സ് കണ്ട അൺബിലീവബിൾ. എന്തൊരു പെർഫെക്ഷൻ ആണ് നോക്ക്. ഇത് ലെമൺ ചീസ് കേക്ക്, ഇത് ഡബിൾ ചോക്ലേറ്റ് ചീസ് കേക്ക്. ഏത് ആർക്കാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അൺബിലീവബിളി ഡെലിഷ്യസ് ലുക്ക്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. ആൻഡ് ഐ ലവ് ദി ആംബിയൻസ്. ഞാൻ ആദ്യമേ ഇവൻ്റെ കഴിച്ചു നോക്കാം, ഷാരൻ്റെ. അത് എന്തായാലും വലിയ സ്വീറ്റ് ആയിരിക്കില്ല. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം സ്മൂത്ത് ആസ് ബട്ടർ. തിൻ ലെയർ ഓഫ് ബേസ് ആണ്. നല്ല ബട്ടറി ബിസ്ക്കറ്റ് ആണ്. കാണാം ആ ബിസ്ക്കറ്റിൻ്റെ കൺസിസ്റ്റൻസി ആണ്. കാണാം ഇറ്റ്സ് ബട്ടറി. കഴിക്കുന്നതിന് മുമ്പ് അറിയാം. ഇനി കീ ലൈം ഫ്ലേവർ ആണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി റിഫ്രഷിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പെർഫെക്റ്റ് ബാലൻസ് ഓഫ് ഒരു ലെമണിൻ്റെ ടാങ്കിനെസ്സും ചീസിൻ്റെ റിച്ച്നെസ്സും. ഇത് കഴിച്ചാൽ അത്ര ഹെവി അല്ല. വെരി റിഫ്രഷിങ്. പക്ഷേ ഇനിയിത് എനിക്ക് ഈ സംഭവം തൊടാൻ തോന്നില്ല. അത്ര അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ലുക്ക്. ജസ്റ്റ് സീ. ചീസ് കേക്ക്സ് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. എന്നോട് ഡാർക്ക് ചോക്ലേറ്റ് കൂടെ വന്നു കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നോക്കിക്കാം. ഓ I'm literally in heaven. Oh my god. ഇതിൻ്റെ ബേസ് വരെ എനിക്കൊന്ന് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ഒരേ അല്ല, ഏതോ ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ഇറ്റ് ഈസ് every chocoholic's dream to have such a cheesecake. വേറെ ഇനി ഒന്നും പറയില്ല. ഇതിന് റൂമിൽ പോവാം. എങ്ങനെ കിടന്ന് ഉറങ്ങുമെന്ന് അറിയില്ല. തേർമൽസും സോക്സും ഗ്ലൗസ് ഹീറ്ററില്ല. തേർമൽസും സോക്സും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് മിക്കവാറും കിടന്നുറങ്ങാൻ വരെ പറ്റുള്ളൂ. ഇവിടെ ഈ സ്ഥിതിയാണെങ്കിൽ നമ്മൾ ട്രെക്കിങ്ങിന് പോകുമ്പോൾ ആലോചിച്ച് നോക്ക്, ടെൻറ്റിലായിരിക്കും. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി മച്ച് കോൾഡർ ദാൻ ഹിയർ. അറിയില്ല, പക്ഷേ ഐ എം എക്സൈറ്റഡ് ഫോർ ഓൾ ദിസ് ചലഞ്ച്. എന്തായാലും നോക്കാം, റൂമിൽ പോയിട്ട് ബാക്കിയുള്ളത് നോക്കാം. നാളെ രാവിലെ എഴുന്നേക്കണം. ബൈക്ക് കിട്ടി. ബൈക്കിൽ നാളെ ഒരു 7 hours 8 hours ജേർണി ഉണ്ട് റായ്ത്താലിലേക്ക്. അപ്പോൾ നാളത്തെ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അപ്പോൾ അതുവരെ നിങ്ങൾ ഈ കേക്കിനെ കുറിച്ച് ഫാൻറ്റസൈസ് ചെയ്യുക. ഞാൻ ഇത് കഴിക്കട്ടെ. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.